ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ പോകും കേട്ടോ. ഡിസംബർ 1 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറയേണ്ടായിരുന്നു 1 തൊട്ട് ക്രിസ്മസ് ട്രീ വെക്കണം. എന്തായാലും ഫുൾ 25 ദിവസം നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം. പിന്നെ എന്തായാലും ന്യൂ ഇയർ വരെ സാധാരണ ട്രീയും ഡെക്കറേഷൻസൊക്കെ പോകാറുണ്ട് എന്ന് പറഞ്ഞതേ ഫൈനലി ഞങ്ങൾ ഡിസംബർ 17 ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോ എന്നത്തേക്ക് ഞാൻ പബ്ലിഷ് ചെയ്യുന്നു എനിക്ക് ഒരു പിടിയില്ല. കാരണം ഇതിനകത്ത് വോയിസ് ഓവർ എടുക്കാനും ഡെക്കറേഷൻസ് എല്ലാം എഡിറ്റ് ചെയ്യാനും ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കളയാനും എല്ലാവരും കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയാവും എന്താവും എന്ന് അറിയാൻ പിന്നെ എൻ്റെ കൂടെ 2 കുട്ടി കുറുമ്പന്മാരുമുണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനുള്ള സ്പേസ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ഇത് വെക്കുന്നതിന് മുന്നുള്ള മെയിൻ ഡിസ്കഷൻ എന്ന് പറയുന്നത്. കാരണം ഞങ്ങളുടെ ഇവിടെ ഒരു കുഞ്ഞു ബോസ് ഇപ്പോൾ വന്നിട്ടുണ്ട്, ഏബിലുണ്ണിയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും പിടച്ച് കയറി എല്ലാം ചെയ്യുന്നുണ്ട്. അവൻ പിടിക്കാതെയും വലിക്കാതെയും പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലം എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ച്. ആകെ ഞങ്ങൾക്ക് കിട്ടിയ 2 സ്ഥലം എന്ന് പറയുന്നത്, ഒന്ന് മേശയുടെ പൊക്കത്ത് വയ്ക്കുക, ഡൈനിങ് ടേബിൾ ഫുൾ സെറ്റാക്കിയിട്ട് അതിൻ്റെ പൊക്കത്ത് വയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഈ കൗച്ചിൻ്റെയും ചെയറിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു സ്പേസ് കോർണറിലാണ് നമ്മൾ ഏകദേശം ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങളിത് ഈ സോഫയും ചെയറൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകിലും അടിയിലൊക്കെ ആയിട്ട് ഇവിടെ ഇതുവരെ കാണാതായിരിക്കുന്നത് എല്ലാ ടോയ്സും ഞങ്ങളുടെ കിച്ചണിലെ സ്പൂൺ വരെ അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. വലിയ സർപ്രൈസിംഗ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. കാരണം ഏബലിന് എന്ത് സാധനം നമ്മൾ കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ഞാൻ സ്പൂണായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല പ്ലാസ്റ്റിക് ബോക്സുകളായിരിക്കും, എന്താണെങ്കിലും ഒരു 5 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എവിടെയെങ്കിലും എന്തെങ്കിലും അടിയിലാണ്, ചിലപ്പോൾ അത് കാണാൻ പോലും കിട്ടാറില്ല. സോ കാണാത്ത സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചൊക്കെ എൻ്റെ അടിയിൽ നിന്ന് കിട്ടി. ഞങ്ങളത് ആദ്യം ക്ലീൻ ചെയ്ത് എല്ലാം വാക്വം ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർത്ത് ട്രീ ചെറുതായതുകൊണ്ട്, കാരണം എല്ലാ പ്രാവശ്യവും നമ്മുടെ വലിയ ട്രീ ആണ്, അതിൻ്റെ ആണെങ്കിൽ പപ്പും പൂടൊക്കെയും കൊഴിഞ്ഞു തുടങ്ങിയുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ഇപ്രാവശ്യം ചെറിയൊരു ട്രീ നല്ലത് നോക്കിയിട്ട് സെക്കൻഡ് ഹാൻഡ് എടുത്തു. അപ്പോൾ വലിയ ട്രീ പോയപ്പോൾ ചെറിയ ട്രീ പെട്ടെന്ന് വന്നപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ ഒരു ടേബിളിൻ്റെ പൊക്കത്ത് വെക്കാമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ടേബിളിൻ്റെ പൊക്കത്താണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അതിനാണ് ആ ടേബിൾ ഞങ്ങൾ ഇട്ടത്. ടേബിൾ ഇടേണ്ട താമസം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഏബിൾ അത് ഉന്തി തുടങ്ങി. പിന്നെ ഞങ്ങൾ ഏബിളിനെ കൗച്ചും ചെയറും വെച്ച് അപ്പുറത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചു. അതങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ചെയറിൻ്റെ അപ്പുറത്താണെങ്കിൽ വേറൊരു ചെയറുണ്ട്. ആ ചെയറിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഏബിളിന് സുഖമായിട്ട് വരായിരുന്നു. ഞങ്ങൾ 2 പേരും അത് വിട്ടുപോയി. നമ്മൾ കാണാത്ത കാര്യങ്ങളാണല്ലോ ഇവർ കാണുന്നത്. അതാണല്ലോ അവരുടെ സ്റ്റേജ് എന്ന് പറയുന്നത്. മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, മാക്സിമം എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒപ്പിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് വിത്തിൻ 5 മിനിറ്റ്സ്, അതിൽ കൂടുതലൊന്നും എടുത്തില്ല, ഏബിൾ ആ ഗ്യാപ്പ് കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നു. അവനത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഇങ്ങനൊരു ഗ്യാപ്പ് നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. സുഖമായിട്ട് ഇഴഞ്ഞത് കൂടെ വന്നു. അതിനേക്കാളും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെയർ നീക്കാതിരിക്കാൻ വേണ്ടി ചെയറിൻ്റെ പൊക്കത്ത് കയറി ഇരിക്കുമായിരുന്നു ആദം എന്ന് പറയുന്നത്. ആദത്തിന് വെട്ടിച്ച് സൈഡിൽ കൂടെ പോയ ഏബിളിനെ ആദം കണ്ടില്ല. ഏബിൾ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ആദം ഞെട്ടി നോക്കുന്നത്, ഏബിൾ ഇവിടെ എത്തിയെന്ന്. ഞാനിങ്ങനെ വളവളാന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് എന്താ കാര്യമല്ലേ. ഇനി ബിഹൈൻഡ് ദ സീൻ എന്താണ്, ഞങ്ങളുടെ കോൺവെർസേഷൻ എന്താണെന്നും കൂടി അറിയാനെങ്കിൽ ഒരു രസമല്ലേ. അപ്പം ഇനി നമുക്കതിനകത്തേക്ക് പോകാം. കണ്ണിക്കൊള്ളെടുത്തിട്ടാവണ്ടേ? കൈമേ കമ്പി കുത്താണ്ട് നോക്കിയാൽ ഇരിക്കട്ടെ.
അപ്പോൾ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുട്ടി വർത്തമാനങ്ങൾ എന്ന് പറയുന്നത്. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഇതിനാണെന്നുണ്ടെങ്കിൽ കുറേ ഓട്ട ലൂട്ട സാധനങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഗ്യാപ്പൊക്കെ ഉണ്ട് എല്ലാ ബ്രാഞ്ചസിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതൊന്ന് നികത്താൻ വേണ്ടിയിട്ട് ഈ ട്രീ നമ്മൾ എടുത്തപ്പോൾ തന്നെ അതിൻ്റെ കൂടെ 2 ഗാർലൻഡ്സ് ഓട്ടകൾ നികത്താൻ വേണ്ടിയിട്ടാണ് ഗാർലൻഡ് ചുറ്റി തുടങ്ങിയത്. പക്ഷേ ഇത് ഗാർലൻഡ് ചുറ്റി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ചുറ്റി തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഗ്യാപ്പിനേക്കാളും കൂടുതലുണ്ട് ഞാനിത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ പോകാമെന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വോയിസ് ഓവർ കിടന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായി ഇത്രയും വൃത്തികെട്ടൊരു കളരാഗമായിരുന്നു ഞാനും അതങ്ങോട്ടും കൂടി അവിടെ പാടിയിരുന്നതെന്ന്. സോ അത് കേൾക്കാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടാണ് അത് മ്യൂട്ട് ചെയ്തിട്ട് ഞാനിവിടെ വോയിസ് ഓവർ ഇട്ടത്. അതല്ലാതെ വേറെ ഒരു ഉപയോഗവും ഇവിടെ വോയിസ് ഓവർ ഇടാനില്ലായിരുന്നു. എൻ്റെ ശരിക്കുള്ള പ്ലാൻ എന്ന് പറയുന്നത് ഒറിജിനൽ ഓഡിയോ വീഡിയോ അത് അങ്ങനെ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യാന്നുള്ളതായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്രയും കഠിനമായ ഒരു മനസ്സ് എനിക്ക് ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഇത് കേൾക്കുന്നവരും കൂടി ഒന്ന് പരിഗണിച്ചിട്ടാണ് ഞാനിത് മ്യൂട്ട് ചെയ്ത് വോയിസ് ഓവർ ഇട്ടത്. App ending under pocket ending side. App ഇവന്റെ താഴെ വെക്കണ്ടേ? താഴെ വെക്കാം, സെറ്റ് ആക്കാം. മതി മതി. ഇവിടെ വരത്തത് and the white silver and the silver എന്നാ ഇത് അപ്പൊ ഇത് മാത്രമേ ആവത്തൂലേ? മടയിലുണ്ടല്ലോ. Jingle bell, jingle bell, jingle all the way. Picture. ഇവിടെ ഒന്ന് ഇരിക്കണോ? ഇരുന്നോളൂ പൊന്നെ. Jingle.
Thank